Degree third semester BS Sociology module on the part 7 February perspective. നമ്മൾ കഴിഞ്ഞതിൽ ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ച് ഫങ്ഷണലിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത്. ഇനി പ്രാവശ്യം നമ്മൾ വെബറിൻ്റെ പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചുള്ള വെബറിൻ്റെ കാഴ്ചപ്പാടുകളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വെബറിയൻ പെർസ്പെക്റ്റീവ്സ് ഓൺ സ്ട്രാറ്റിഫിക്കേഷനിലുള്ള വെബറിൻ്റെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഒരു സമൂഹത്തിലുള്ള ഓരോ ലെയറുകളെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൽ ഓരോ ആളുകൾക്കും ഓരോ സ്ട്രാറ്റ, ഓരോ ലെയറുകൾ, ഓരോ തട്ടുകളാണ് സമൂഹം നിൽക്കുന്നത്. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ സമൂഹത്തിൻ്റെ ആവശ്യകതയിൽപ്പെട്ടതാണ് ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഒരു യൂണിവേഴ്സാലിറ്റിയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വെബറിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുള്ളതാണ്. വെബറിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാൾ മാർക്സിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും തീർത്തും ഒരു ഡിഫറെൻ്റ് വ്യൂ ആണ് വെബറിനുള്ളത്. കാരണം വെബർ സ്ട്രാറ്റിഫിക്കേഷൻ കാഴ്ചപ്പാട് തുടങ്ങുന്നത് കാൾ മാർക്സ് ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു മെത്തേഡിൽ നിന്നും സ്ട്രാറ്റിഫിക്കേഷൻ തിയറിയിൽ നിന്നും അതിന്മേലാണ് വെബർ തൻ്റെ കാഴ്ചപ്പാടുകൾ വീണ്ടും ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. നമുക്കറിയാം വെബർ കാൾ മാർക്സിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് സ്ട്രാറ്റിഫിക്കേഷൻ വന്നത് സമൂഹത്തിലെ ഇത് ക്ലാസ് ആൻഡ് കോൺഫ്ലിക്റ്റ് വഴി സമൂഹത്തിൽ രണ്ട് ക്ലാസ്സുകൾ പരസ്പരം സംഘടന ഉണ്ടാകുമ്പോൾ ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാകുമെന്നുള്ളതാണ് കാൾ മാർക്സിൻ്റെ കാഴ്ചപ്പാടുകൾ. Weber regarded society as a characterized conflicts over power and resources. Marx found polarized class relation and economic issues at the heart of all social conflict. മാക്സ് കാണുന്നത് എല്ലാ സോഷ്യൽ കോൺഫ്ലിക്റ്റിൻ്റെയും പ്രധാന പ്രശ്നം എന്നുള്ളത് എക്കണോമിക് ഇഷ്യൂ ആണ് എന്നുള്ളതാണ്. അതേപോലെ രണ്ട് ക്ലാസ്സുകൾ പരസ്പരമുള്ള പ്രശ്നങ്ങളുമാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഹാവ്സും ഹാവ്-നോട്ട്സും ഉള്ള രണ്ട് ക്ലാസ്സുകൾ പരസ്പരമുള്ള എക്കണോമിക് ഇഷ്യൂസാണ് ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ സംഘടനകളുടെയും പ്രധാന കാരണമെന്നാണ് കാൾ മാർക്സിൻ്റെ അഭിപ്രായം. പക്ഷേ എന്നാൽ മാക്സ് വെബർ പറഞ്ഞിട്ടുള്ളത് എല്ലാ കോൺഫ്ലിക്റ്റുകളുടെയും അടിസ്ഥാന പവർ ആൻഡ് റിസോഴ്സസ് ആണ് എന്നുള്ളതാണ്. എല്ലാ കോൺഫ്ലിക്റ്റുകളും ലോകത്ത് നടക്കുന്നത് പവറിൻ്റെയും റിസോഴ്സസിൻ്റെയും മുകളിലാണ്. എന്നാൽ കാൾ മാർക്സിൻ്റെ അഭിപ്രായം എന്നുള്ളത് രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള സംഘട്ടനമാണ്. അതുപോലെ എക്കണോമിക് ഇഷ്യൂസുമാണ് ഒരു സംഘടനകളുടെ പ്രധാന കാരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സ് വെബറിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് മൾട്ടി ഡയമെൻഷണൽ വ്യൂ ആണ്. നമുക്കറിയാം ഈ സ്ട്രാറ്റിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഒരുപാട് ഡയമെൻഷനുകൾ ഒത്തുചേർന്നപ്പോഴാണ് ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ രൂപപ്പെട്ട് വന്നത് എന്നുള്ളതാണ് വെബറിൻ്റെ കാഴ്ചപ്പാട്. കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത് ഈ ക്ലാസ് സ്ട്രഗിൾ കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് മുഖേനയാണ് സ്ട്രാറ്റിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ് കാൾ മാർക്സിൻ്റെ അഭിപ്രായമെങ്കിൽ മാക്സ് വെബർ പറയുന്നത് മൾട്ടി ഡയമെൻഷനിലാണ് സ്ട്രാറ്റിഫിക്കേഷൻ. ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിത്തീർന്നത് എന്നുള്ളതാണ്. ഫോർ വെബർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് നോട്ട് സിംപിളി മാറ്റർ ഓഫ് ക്ലാസ്. നമ്മൾ പറഞ്ഞു കാൾ മാർക്സിൻ്റെ പോലെ ഏതെങ്കിലും രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല സ്ട്രാറ്റിഫിക്കേഷൻ വന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ടു ഫർദർ ആസ്പെക്ട് ഓഫ് സച്ച് ആസ് സ്റ്റാറ്റസ് ആൻഡ് പാർട്ടി. സ്റ്റാറ്റസിൻ്റെയും പാർട്ടിയുടെ ഈ രണ്ട് ആസ്പെക്റ്റുകൾ മുഖേന ഉണ്ടായിത്തീർന്നതാണ് സമൂഹത്തിൽ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് മാക്സ് വെബറിൻ്റെ അഭിപ്രായം. എന്താണ് സ്റ്റാറ്റസ് ആൻഡ് പാർട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റാറ്റസ് എന്ന് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഗ്രൂപ്പ് ഒരു സമൂഹത്തിലുള്ള ഓരോ ഗ്രൂപ്പുകൾക്കിടയിൽ നമുക്ക് ലഭിക്കുന്ന സോഷ്യൽ പ്രസ്റ്റീജിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് മറ്റൊരു സമൂഹത്തിനിടയിൽ മറ്റുള്ള ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആളുകൾക്കിടയിലുള്ള ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ സോഷ്യൽ പ്രസ്റ്റീജ്, സോഷ്യൽ ഹോണറിനെയാണ് സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. പണ്ട് കാലത്ത് ആദ്യം ആർക്കാണോ കൂടുതൽ നോളേജ് ലഭിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നോളേജ് വെച്ച് കൂടുതൽ ആളുകളുമായി പരിചയം പുതുക്കുവാനും ഒക്കെ കഴിയുന്ന ആളുകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു സമൂഹത്തിൽ. പക്ഷേ ഇന്ന് സമൂഹം മോർ കോംപ്ലക്സ്, സൊസൈറ്റി ഗ്രൂ ആസ് മോർ കോംപ്ലക്സ്. ഇന്ന് സമൂഹം കൂടുതൽ കോംപ്ലക്സായി വളർന്നു. ആർക്കും
കുറച്ച് ആളുകളുടെ പണ്ട് കാലത്ത് ഒരു ഗ്രാമത്തിലെ ആളുകൾ ഒതുങ്ങി കൂടി നിൽക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും മുകളിൽ അധികാരം പങ്കിടാനും അവരുമായി കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനും ഒക്കെ പിന്നെ അവിടെയുള്ള കുറച്ചൊരു പവർ ഒക്കെ ഉള്ള ആളുകൾക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് കോംപ്ലക്സ് സൊസൈറ്റിയാണ്. നമുക്കറിയാം, ഒരു നഗരത്തിലോ ഒരു സിറ്റിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് പല സ്വഭാവത്തിലും പല ജോലിയും ചെയ്യുന്ന പല തരത്തിലും പല സ്ട്രാറ്റയിലും ഉള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സൊസൈറ്റി എന്നുള്ളത് മോർ കോംപ്ലക്സ് ആണ്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ സൊസൈറ്റിയാണ്. ഇറ്റ് ബിക്കെയിം ഇമ്പോസിബിൾ ഫോർ സ്റ്റാറ്റസ് ആൾവേസ് ടു ബി അക്കോർഡഡ് ഇൻ ദിസ് വേ. അപ്പോൾ ഈ രൂപത്തിൽ പണ്ടുണ്ടായിരുന്ന കാലത്ത് കുറച്ച് എല്ലാവരോടും ഒരു പരിചയം പുതുക്കലും എല്ലാവരുടെയും മേലൊരു പവർ നേടിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിന് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ദ മാർക്കേഴ്സ് ആൻഡ് സിമ്പിൾ ഓഫ് സ്റ്റാറ്റ്സ് സച്ച് ആസ് അപ്പോൾ ഇന്ന് സമൂഹത്തും ആ പഴയ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ സമൂഹം മാറി. അപ്പോൾ ഇന്ന് സ്റ്റാറ്റസ് കണക്കാക്കുന്നത് ഒരാളുടെ ഡ്രസ്സിങ് രീതി, അയാൾ ചെയ്യുന്ന ജോലി, അയാളുടെ വീട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു സ്റ്റാറ്റസിൻ്റെ അടയാളമായി സമൂഹം കാണുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് അവരുടെ സമൂഹത്തിൻ്റെ ഇടയിൽ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരാൾ നമ്മൾ കാണുമ്പോൾ അയാൾ ഡ്രസ്സിങ് രീതിയും അയാൾ സംസാരമൊക്കെ കാണുമ്പോൾ ഇയാളൊരു ജെൻറ്റിൽമാനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്റ്റാറ്റസ് ആളുകൾക്കിടയിൽ സ്റ്റാറ്റസ് കണക്കാക്കുന്നത് അയാളുടെ ഡ്രസ്സിങ്, ഹൗസ്, മാനർ ഓഫ് സ്പീച്ച് ആൻഡ് ഒക്കുപേഷനൊക്കെ ഒക്കെ നോക്കിയിട്ടാണ്. ഓക്കെ. പിന്നെ കാൾ മാർക്സ് വിശ്വസിച്ചത് എന്താ വെച്ചാൽ, കാൾ മാർക്സ് ദാറ്റ് സ്റ്റാറ്റസ് ഡിസ്റ്റിങ്ഷൻ ആർ ദ റിസൾട്ട് ഓഫ് ക്ലാസ് ഡിവിഷൻ ഇൻ ദ സൊസൈറ്റി, വെറസ് മാക്സ് വെബർ ആർഗ്യൂഡ് ദാറ്റ് സ്റ്റാറ്റസ് ഓഫൻ വേരിയസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ക്ലാസ് ഡിവിഷൻ. കാൾ മാർക്സിൻ്റെ അഭിപ്രായം ഈ സമൂഹത്തിനിടയിലുള്ള സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലാസ് മുഖേന ഉണ്ടാകുന്നതാണ്. ക്ലാസ് എന്നുള്ളത് മുമ്പേ പരമ്പരാഗതമായിട്ട് വരുന്നിരുന്ന ഒരിതാണ്. അപ്പോൾ ഈ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് ഓരോ സോഷ്യൽ ക്ലാസ്സിലായിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ് കൊണ്ടാണ് ഓരോരുത്തർക്ക് ഓരോ സ്റ്റാറ്റസ് കൈവരുന്നത് എന്നാണ് കാൾ മാർക്സ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ മാക്സ് വെബർ പറയുന്നത് എന്താ വെച്ചാൽ, ക്ലാസ്സും സ്റ്റാറ്റസും വ്യത്യാസമാണ്. ക്ലാസ് എന്നുള്ളത് പവറിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. എന്നാൽ സ്റ്റാറ്റസ് എന്നുള്ളത് അത് നമ്മൾ പറഞ്ഞു ഡ്രസ്സ്, മാനേഴ്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ മുഖേന നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് സ്റ്റാറ്റസ് എന്നുള്ള കാഴ്ചപ്പാടാണ് മാക്സ് വെബറിനുള്ളത്. Max Weber explained both status differences and party organization in relation to class. ക്ലാസ്സുമായി റിലേഷൻ ചെയ്യുന്നത് പാർട്ടി ഓർഗനൈസേഷനുകളാണ്. എന്നാൽ സ്റ്റാറ്റസ് എന്നുള്ളത് ഇതിനൊക്കെ ഇൻഡിപെൻഡൻ്റ് ഡിഫറൻ്റ് ആണ്, പൂർണ്ണമായ വ്യത്യാസമാണ് എന്നുള്ളതാണ് മാക്സ് വെബറിൻ്റെ അഭിപ്രായം. വെബർ പറയുന്നത് പാർട്ടി ഫോർമേഷനാണ് പവറിൻ്റെ അടയാളം. ആസ്പെക്റ്റ് ഓഫ് പവർ, ഒരാൾക്കൊരു പവർ ഉണ്ടായിത്തീരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമേഷനിലൂടെയാണ്. അഥവാ ഒരു പാർട്ടി രൂപീകരിച്ചാൽ അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് സ്ട്രാറ്റിഫിക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ക്ലാസ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി ഫോർമേഷനിലൂടെയാണ് ക്ലാസ് ഉണ്ടാകുന്നത്. അതുവഴി നമുക്ക് പവർ ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക. ഒരാൾക്ക് അവരുടെ പവർ ഉണ്ടെങ്കിൽ അയാൾക്ക് മറ്റുള്ള ആളുകൾ അതുവഴി ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനൊക്കെ സാധിക്കുന്നു. ഓക്കെ. Party defines a group of individuals who work together because they have common background, aims or interest. പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്, അഥവാ കോമൺ ബാക്ക്ഗ്രൗണ്ടും കോമൺ ലക്ഷ്യവും ഒക്കെ ഉള്ള കുറച്ച് ആളുകളുടെ കൂട്ടായ്മയാണ് പാർട്ടി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടികളെ പോലെ എന്തായാലും ചെറിയ ലക്ഷ്യങ്ങളുള്ള ആളുകളുടെ ഗ്രൂപ്പുകളെയാണ് നമ്മൾ പാർട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പാർട്ടി മുഖേനയാണ് പവർ ലഭിക്കുന്നത്. അത് മുഖേനയാണ് സോഷ്യൽ ക്ലാസ് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ സ്റ്റാറ്റസും ഈ ക്ലാസ്സും രണ്ടാണ് എന്നുള്ളതാണ് വെബറിൻ്റെ കാഴ്ചപ്പാടുകൾ. വെബർസ് റൈറ്റിംഗ് ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ഷോ ദാറ്റ് അതർ ഡയമെൻഷൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ബിസൈഡ്സ് ക്ലാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ലൈഫ് ഓഫ് പീപ്പിൾ. ഇത് വെബറിൻ്റെ കാഴ്ചപ്പാടാണ് നമുക്ക് ഒന്നുകൂടെ പ്രധാനമായി തോന്നുന്നത്. കാരണം അദ്ദേഹം മൾട്ടി ഡയമെൻഷനിലൂടെയാണ് സ്ട്രാറ്റിഫിക്കേഷനെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ. വെബർ എംഫസൈസ്ഡ് ഓൺ ദ കോംപ്ലക്സ് ഇൻ്റർപ്ലേ ഓഫ് ക്ലാസ്, സ്റ്റാറ്റസ് ആൻഡ് പാർട്ടി ആസ് സെപ്പറേറ്റ് ആസ്പെക്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു സെപ്പറേറ്റ് പാർട്ടായിട്ട് മൂന്നെണ്ണത്തിനെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ മൂന്ന് കാര്യത്തിലും കൂടെ ഊന്നിയിറങ്ങിയിട്ടാണ് അദ്ദേഹം സ്ട്രാറ്റിഫിക്കേഷനെ പരിചയപ്പെടുത്തിയത്.
ഓക്കെ, അദ്ദേഹം പറഞ്ഞു പിന്നെ ക്ലാസ് എന്നുള്ളത് വേറെയാണ്, പാർട്ടി എന്നുള്ളത് വേറെ, സ്റ്റാറ്റസ് എന്നുള്ളത് വേറെ, മൂന്ന് കാഴ്ചപ്പാടുകളിലൂടെ അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ 3 കാര്യത്തിലെയും ഡിഫറെൻറ്റ് ആസ്പെക്റ്റിലൂടെ അദ്ദേഹം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൾട്ടി ഡയമെൻഷനിലാണ് സ്ട്രാറ്റിഫിക്കേഷൻ. മൾട്ടി ഡയമെൻഷൻ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് സമൂഹത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ് മാക്സ് വെബറിൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. വീഡിയോ വീക്ഷിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.